ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം തരുന്നതുമായ അറിയിപ്പാണ് ഈ വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ, അതായത് 2026 ജനുവരി 27 വൈകുന്നേരത്തോടെ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ന് ബാങ്ക് പണിമുടക്കാണെങ്കിലും അക്കൗണ്ടിൽ തുക എത്തുന്നവർക്ക് ഒറ്റത്തവണ ക്ലിക്കിലൂടെ, അതായത് DBT അധികൃതർ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്ക് തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാൻ സമയമെടുത്താലും 5-6 മണിക്കൂർ സമയമെടുത്താലും തന്നെ ഇന്ന് തന്നെ തുക അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതുപോലെ കൈകളിൽ ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴി 3-4 ദിവസത്തിനുള്ളിൽ തന്നെ തുക ലഭിക്കുന്നതാണ്. അതേസമയം ഇനി പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ പെൻഷൻ എമൗണ്ട് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയും കൂടാനും പോവുകയാണ്. പെൻഷൻ ഇപ്പോൾ തന്നെ 63 ലക്ഷത്തോളം ആൾക്കാർ കൈപ്പറ്റുന്നുണ്ട്. അതുപോലെ പുതിയ പെൻഷൻ അപേക്ഷകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായിട്ടുള്ളവരെ കണ്ടെത്തുന്ന നടപടിയിലേക്ക് നീങ്ങുകയാണ്. ആ നടപടിക്രമങ്ങളിലും അന്വേഷണത്തിലും അർഹരായിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും തുടർന്ന് പെൻഷൻ ലഭിക്കുക. അതിനുവേണ്ടി പ്രധാനമായും 5 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വിസ്തീർണമാണ് നോക്കുന്നത്. അതായത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കില്ല. അതുപോലെ വീട് ഇരുനില വീടാണെങ്കിൽ ഫ്ലോറ്, അതുപോലെ റൂഫ് എന്തൊക്കെ കൊണ്ടാണ് ചെയ്തതെന്നൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വീട്ടിൽ AC പോലത്തെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും പട്ടികയിൽ നിന്ന് പുറത്താവുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 2 ഏക്കറിലധികം പുരയിടം ഉള്ളവരാണെങ്കിലും പെൻഷൻ തുടർന്ന് ലഭിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടിൽ 4 ചക്രവാഹനങ്ങൾ ഉള്ളവരാവാൻ പാടില്ല. അതായത് 1000 cc മുകളിൽ എൻജിൻ കപ്പാസിറ്റിയുള്ള വാഹനം ഉള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. അതുപോലെ നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം, അതായത് വിവാഹിതരായ മക്കളൊഴികെ ബാക്കി ഏത് സ്രോതസ്സിൽ നിന്നായാലും 1 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. അതേസമയം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ഈ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരും ഹാജരാക്കേണ്ടതാണ്. രേഖ സമർപ്പിക്കാൻ സാധിക്കാതെ വരുന്നവരുടെ പെൻഷൻ തടയരുതെന്ന നിർദ്ദേശവും സർക്കാർ വകുപ്പിന് നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തവർക്ക് അത് ചെയ്യാൻ 2025 മെയ് മാസത്തിൽ സർക്കാർ അവസരം നൽകിയിരുന്നു. 2025 ഡിസംബർ 31 വരെയായിരുന്നു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിരുന്നത്. 2026 ജൂൺ 30 വരെയാണ് നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭൂനികുതി രസീറ്റ് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ വരുമാന സർട്ടിഫിക്കറ്റിന് പകരം സമർപ്പിക്കേണ്ടത് മറ്റൊരു രേഖയാണ്. അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വേണം സമർപ്പിക്കാൻ. അതേസമയം കേരളത്തിൽ 62 ലക്ഷത്തിലധികം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2.53 ലക്ഷം പേർ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ളത്. 2019 ഡിസംബർ 31 വരെ പെൻഷന് വേണ്ടി തിരഞ്ഞെടുത്തവരാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ളത്. മേൽപ്പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.